പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. ഹലോ, ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ രാവിലെ കുട്ടികൾ സ്കൂളിലൊക്കെ പോയി ഞാനും ഹസ്ബൻഡും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്ന് പൂരിയും ബാജിക്കറിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡ് ഓഫീസിലേക്ക് പോയി. പിന്നെ ഞാൻ വേഗം വന്ന് കിച്ചണിൽ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കഴുകാൻ നിന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ വേഗം ചോറിനുള്ള അരി അവിടെ അടുപ്പത്ത് വെച്ചു. അതവിടെ നാവുന്ന സമയം കൊണ്ട് ഞാൻ വേഗം പോയിട്ട് എനിക്ക് അലക്കിയിട്ട കുറച്ച് തുണികൾ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് എടുത്തു. അതെടുത്ത് അവിടെ റൂമിൽ കൊണ്ടുവച്ചു. പിന്നെ ഞാൻ വേഗം കറിക്കുള്ള പരിപാടിക്ക് നിന്നു. അപ്പോൾ ഇന്ന് ഞാൻ നല്ല വറുത്തരച്ച സാമ്പാറും വറവും ഒക്കെ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാൻ പോയതാണ്. അപ്പോൾ ഈ വറുത്തരച്ച സാമ്പാറിൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പച്ചക്കറികളൊക്കെ എടുത്തു വന്ന് ഇതിൻ്റെ ഇടയിൽ ചോറ് തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ വേഗം തന്നെ റൈസ് കുക്കറിലേക്ക് മാറ്റി. അപ്പോൾ ഞാൻ സാമ്പാർ വറുത്തരച്ചതാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് വറുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് എത്രയാണോ തേങ്ങ വേണ്ട അതും ഇട്ട് കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ ഇടയിൽ ഞാൻ പച്ചക്കറികളെല്ലാം തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ പച്ചക്കറികളൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് അതൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കരുതി വേഗം തന്നെ അതൊക്കെ കട്ട് ചെയ്തിട്ട് കുക്കറിലിട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഇട്ട് പൊടികളൊക്കെ ചേർത്ത് ഞാനത് കുക്കർ അടക്കാൻ വേണ്ടി നിന്നു. അപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. എടേ ഇത് നമുക്കിന്ന് പോണ്ടേ? യൂ, എന്റെ ഒരു കൈ എവിടെയടേ? അങ്ങനെ ഒരു വിധത്തിൽ ഞാനത് മൂടിയെടുത്തിട്ടുണ്ട്. രാവിലെ നല്ല മര്യാദയ്ക്ക് ഞാൻ ഇതിൽ ബാജിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ അടിപൊളിയായിട്ട് മൂടിയതാണ്. പക്ഷേ ചില സമയത്ത് ഇതിങ്ങനെ സംഭവിക്കും. അങ്ങനെ സാമ്പാർ അവിടെ അടുപ്പത്താക്കിയിട്ടുണ്ട്. ഇനി ഞാൻ പിന്നെ വേഗം തന്നെ ഫുഡ് പ്രോസസ്സറിൽ ക്യാബേജ് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ക്യാബേജ് വറവിന് വേണ്ടിയിട്ട് പിന്നെ അതിലേക്കുള്ള പച്ചമുളകും സവാളയൊക്കെ റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ വറവിൻ്റെ എല്ലാം ഞാനവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ കരുതി വേഗം ഇനി സാമ്പാറിലേക്കുള്ള തേങ്ങ വറുത്തിട്ടുണ്ടല്ലോ അത് ഒന്ന് അരച്ചെടുക്കാമെന്ന്. അങ്ങനെ അത് വേഗം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും അരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ വേഗം തന്നെ വറവിന് വേണ്ടിയിട്ടുള്ളത് അവിടെ അടുപ്പിലാക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കൊണ്ടാട്ടമുളകും പപ്പടവും പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സാമ്പാറിൻ്റെ പച്ചക്കറിയൊക്കെ നല്ലപോലെ വന്നപ്പോൾ അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ അതും അതിലേക്ക് ഒഴിച്ച് അങ്ങനെ സാമ്പാറും തിളപ്പിക്കുന്നുണ്ട്. പിന്നെ അത് ചട്ടി വെച്ചാനും വെക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ സാമ്പാറും അവിടെ റെഡിയായി. ക്യാബേജ് വറവ് ആയപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ രാത്രിക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റൂവിന് വേണ്ടിയിട്ടുള്ള ബീഫ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതായപ്പോൾ അത് വേറൊരു കുക്കറിലിട്ടിട്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് അതും അവിടെ വേവിക്കാൻ വെക്കുന്നുണ്ട്. അങ്ങനെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് അപ്പോൾ എനിക്കിന്ന് കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ബോട്ടിൽസ് കാലിയായതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് എന്തൊക്കെ വാങ്ങണം എന്നുള്ള ലിസ്റ്റ് എഴുതിയിട്ട് അങ്ങനെ പോകാൻ കരുതിയിട്ട് അപ്പോൾ ഞാൻ ഫില്ല് ചെയ്യാനുള്ള ബോട്ടിൽസ് എല്ലാം ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ നേരത്തെ തുണി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അലക്കിയത്, അതൊന്ന് മടക്കി വെക്കാനുണ്ട്. അതെല്ലാം വേഗം തന്നെ മടക്കി വെക്കാൻ നിന്നു. അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം പോയിട്ട് എല്ലാ സ്ഥലവും നല്ലപോലെ അടിച്ചു വാരി എടുക്കാൻ നിന്നു.
അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ വേഗം എല്ലാ സ്ഥലവും ഒന്ന് തുടച്ചെടുക്കാൻ നിന്നു. അതിന് തുടക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം പോയിട്ട് കുളിച്ച് നിസ്കരിച്ച് അങ്ങനെ നിസ്കാരമൊക്കെ കഴിയുമ്പോഴേക്കും ഹസ്ബൻഡ് ലഞ്ച് കഴിക്കാൻ വന്നു. പിന്നെ ഞാൻ എല്ലാ ഭക്ഷണവും അവിടെ കൊണ്ടുവച്ച് ഞങ്ങൾ അടിപൊളിയായിട്ട് ലഞ്ചൊക്കെ കഴിച്ച് പിന്നെ ഹസ്ബൻഡ് ഓഫീസിലേക്ക് പോയി. അപ്പോൾ ഞാനിന്ന് ഡിന്നറിന് വേണ്ടിയിട്ട് ഒരു ചോറ് വെച്ചിട്ടും വീറ്റ് വെച്ചിട്ടുള്ള ഒരു വീറ്റ് പൊറോട്ട ഉണ്ടാക്കാൻ വരും. അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 കപ്പ് നമ്മുടെ ആട്ടപ്പൊടിയും 1 കപ്പ് നമ്മൾ ചോറുണ്ടല്ലോ അതും പിന്നെ ഒരു മുട്ടയും 1 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി മിക്സ് ചെയ്തതിനെ നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അങ്ങനെ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് പൾസിൽ ചെയ്താൽ മതിയാവും. ആ ചോറൊന്ന് മിക്സായി കിട്ടണം അത്ര. അപ്പോൾ അതിനെ ഞാൻ ഒരു ബൗളിലേക്ക് തന്നെ തിരിച്ചിട്ടിട്ട് ഇത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഇത് നല്ല പോലെ ഒരു 5 മിനിറ്റ് കുഴച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിൽ കുറച്ച് ഓയിൽ വെച്ചിട്ട് അതവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ ഇതിന് ശേഷം ഞാൻ പോയിട്ട് കുറച്ച് TV ഉണ്ട്. പിന്നെ ഞാൻ കരുതി വേഗം കുട്ടികൾ വരുന്നതിന് മുൻപായിട്ട് എനിക്ക് സാധനം വാങ്ങാൻ പോകണമെന്നുള്ളത് അതൊക്കെ പോയിട്ട് വാങ്ങിയിട്ട് വന്നു. താഴെ തന്നെയാണ് ഷോപ്പ്. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയിട്ട് കുറച്ച് പച്ചക്കറികളും പാല് മുട്ട ചിക്കൻ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് അതൊക്കെ വാങ്ങിയിട്ട് വന്നു. അപ്പോൾ ഞാൻ റാഗി വാങ്ങിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് റാഗി ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും നാളും എൻ്റെ കയ്യിൽ പൊടിയായിരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ റാഗി സീഡ് തന്നെ വാങ്ങിച്ച് അപ്പോൾ അതൊരു കപ്പ് എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇടുന്നുണ്ട്. ഇത് റാഗി ഇഡ്ഡലിക്കുള്ള ഒരു അളവാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇനി 1/2 കപ്പ് നമുക്ക് നമ്മുടെ വൈറ്റ് റൈസ് ഉണ്ടല്ലോ പച്ചരി അതും ഇട്ട് കൊടുക്കുക. അതുപോലെ 1/2 കപ്പ് ഉഴുന്നുണ്ടല്ലോ ഉഴുന്നും ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉലുവയും. ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് അവിടെ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. ഇനി ഇത് ഞാൻ രാത്രി ഉറങ്ങാൻ പോകുന്ന ആ ഒരു സമയമായി കഴിഞ്ഞാലാണ് ഇത് അരച്ചെടുക്കുക. അപ്പോൾ അതവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പിന്നെ ഞാൻ പോയിട്ട് അസർ നിസ്കരിക്കാൻ നിന്നു. അങ്ങനെ അസർ നിസ്കാരമൊക്കെ കഴിയുമ്പോഴേക്കും കുട്ടികൾ സ്കൂൾ വിട്ട് വന്നു. അപ്പോൾ അവർ വരുന്ന സമയത്ത് തന്നെ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള തോർത്തൊക്കെ പുറത്ത് ആറിയിട്ടിരുന്നു. അതൊക്കെ എടുത്തിട്ടായിരുന്നു വന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഭക്ഷണം കഴിച്ച് മോളും മോനും മദ്രസൊക്കെ ഇരുന്ന് പിന്നെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ എഡിറ്റ് ചെയ്ത് പിന്നെ ഞാൻ പോയിട്ട് കിച്ചണിൽ പോയിട്ട് നമ്മൾ നേരത്തെ പൊറോട്ടയ്ക്ക് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് പരത്തിയെടുക്കാമെന്ന് കരുതി. അതിന് ഞാൻ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. ഞാനിതാ 3 ബോൾ പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തി രൂപത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പരത്തിയ മാവിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിന് മുകളിൽ കുറച്ച് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ആട്ടപ്പൊടി തന്നെയാണ് ഇടുന്നത്, മൈദ ചേർക്കുന്നില്ല. ആട്ടപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ചായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ നേരത്തെ നമ്മൾ പരത്തി വെച്ച മറ്റൊരു ഇതുണ്ടല്ലോ മാവ് അത് വെച്ച് കൊടുത്തിട്ട് ഇതേ സെയിം പ്രോസസ്സ് കുറച്ച് ഓയിൽ പിന്നെ നമ്മുടെ ആട്ടപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി അടുത്ത ഇതും ഇതുപോലെ വെച്ച് കൊടുക്കാം പരത്തിയ മാവ്. അപ്പോൾ നമുക്ക് 3-4 ലെയറായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് കുറച്ച് വലുപ്പത്തിൽ നല്ലപോലെ പരത്തിയെടുക്കാം. അപ്പോൾ മുട്ടയും ഒക്കെ ചോറും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ്. പരത്തുമ്പം തന്നെ അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും.
അപ്പോൾ നല്ല എത്രത്തോളം നമുക്ക് പരത്താൻ പറ്റുമോ അതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ഞാനിത് പരത്തിയിട്ടുണ്ട്. ഇനി ഇത് മുകളിലായിട്ട് കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് പൊടിയും കുറച്ച് തൂക്കി കൊടുക്കാം. പൊടിയും ചേർത്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്നിങ്ങനെ മെല്ലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അങ്ങനെ ഇത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എത്ര വലുപ്പത്തിലാണോ വേണ്ടത് ആ ഒരു ഇതിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു റോളിനെ ഒരു 5 ഇതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തതിനെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതപ്പം നമുക്ക് ഈ കാണുമ്പം തന്നെ ലെയർ മനസ്സിലാകുന്നുണ്ടല്ലോ. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള ബോളും ഇതുപോലെ പരത്തി ഓയിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. അത് ഞാനിപ്പോൾ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിക്കാൻ പോകുമ്പോൾ ചുടാന്ന് കരുതി. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ നേരത്തെ ബീഫ് വേവിച്ചിട്ടുണ്ടായിരുന്നല്ലോ സ്റ്റൂവിൻ്റെ, അതിൻ്റെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് അതവിടെ തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് അതും അവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട്. ഈ സമയത്ത് മഗ്രിബ് ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ വേഗം പോയിട്ട് മഗ്രിബ് നിസ്കരിക്കാൻ നിന്നു. കുട്ടികളെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അവരുടെ സ്കൂളിൻ്റെ ഇതൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വന്ന് ഞങ്ങൾ ഡിന്നർ കഴിക്കേണ്ട സമയമായി. അപ്പം ഞാൻ നേരത്തെ ആ റോൾ ചെയ്ത് വെച്ച ഇതുണ്ടായിരുന്നല്ലോ മാവ്, അതിനെ പരത്താൻ നിന്നു. അപ്പം നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും നമുക്ക് ആ ലെയർ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഇത് പരത്തുന്ന സമയത്ത് കനം കുറച്ചിട്ട് വേണം പരത്തിയെടുക്കാൻ. അപ്പോൾ ഇതാ പരത്തിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ പരത്തിയെടുക്കാം. ഇനി നമുക്കിതിനെ ചുട്ടെടുക്കാം. അപ്പോൾ ഞാനൊരു പാന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ പരത്തി വെച്ച പൊറോട്ട ഉണ്ടല്ലോ അതിട്ട് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് ഓയിലൊന്നും പിന്നെ ചേർത്തിട്ടില്ല. ഓൾറെഡി നമ്മൾ ആ പരത്തുന്ന സമയത്തൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എക്സ്ട്രാ ചുടുന്ന സമയത്ത് ചേർത്തിട്ടില്ല. നമ്മൾ സാധാ ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ 2 സൈഡും നല്ലപോലെ കുക്ക് ചെയ്യുന്ന തരത്തിൽ ചുട്ടെടുക്കുക. അങ്ങനെ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഇതൊന്ന് നമ്മുടെ പൊറോട്ട അടിച്ചെടുക്കുമല്ലോ അതുപോലെ അടിച്ചെടുക്കുക. അപ്പം നല്ല ചൂടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വീറ്റ് പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം തന്നെ എല്ലാം ടേബിളിലേക്ക് കൊണ്ടുവെക്കാൻ നിന്നു. നമ്മുടെ ബീഫ് സ്റ്റൂവും വീറ്റ് പൊറോട്ടയും പിന്നെ കുറച്ച് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടുവച്ച് ഞാനും ഹസ്ബൻഡും കുട്ടികളൊക്കെ നല്ലപോലെ ഡിന്നറൊക്കെ കഴിച്ച്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റെസിപ്പി ഒന്ന് ഇങ്ങനെ ചോറ് വെച്ചിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി വീറ്റ് പൊറോട്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഡിന്നറൊക്കെ കഴിഞ്ഞ് എല്ലാ പാത്രങ്ങളും അവിടെ കഴുകി വെച്ചു. പിന്നെ ഞാൻ നേരത്തെ പൊതിർത്തി വെച്ച നമ്മുടെ റാഗി ഉഴുന്ന് മിക്സ് ഉണ്ടല്ലോ അതൊക്കെ അരക്കുമ്പോൾ ഞാൻ കുറച്ച് ഒരു 1/4 കപ്പ് അളവിൽ നമ്മൾ ചോറും ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് അരച്ച് ഒരു ബൗളിലേക്ക് മാറ്റി ഒന്ന് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.